നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി മധ്യവയസ്കയായ ഒരു സ്ത്രീയിൽ നിന്നും പണം തട്ടിയെടുത്തു എന്ന ആരോപണം നടൻ ഷിയാസ് കരീമിനെതിരെ ഉയർന്നിരുന്നു. ആ വ്യക്തിയെ തനിക്കറിയാം, ഇതൊരു കള്ള പരാതിയാണെന്ന് ഷിയാസ് കരീം മറുപടി നൽകിയിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് ഷിയാസ് കരീമിനെതിരെ. ഷിയാസ് കരീം സ്ത്രീയോട് പണം ആവശ്യപ്പെടുന്നതിൻ്റെയും ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും ശബ്ദ സന്ദേശങ്ങൾ പുറത്ത്. കൊച്ചിയിൽ താമസിക്കുന്ന മധ്യവയസ്കയായ ഒരു സ്ത്രീയാണ് ഷിയാസിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്കാരിയുമായി പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നെങ്കിലും വിവാഹ വാഗ്ദാനം നൽകി വിശ്വസിച്ച് അവരെ വഞ്ചിക്കുകയും ശാരീരികമായി ചൂഷണം ചെയ്യുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അവ പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ജിം തുടങ്ങാനെന്ന വ്യാജേന സ്ത്രീയിൽ നിന്നും ഏകദേശം 65 ലക്ഷം രൂപയോളം ഷിയാസ് തട്ടിയെടുത്തുവെന്നും വീഡിയോയിൽ ഷിയാസ് കരീമിന്റെ എന്ന് കരുതപ്പെടുന്ന നിർണായക ശബ്ദരേഖകൾ തെളിവായി പരാതിക്കൊപ്പം നൽകിയിരുന്നു. പരാതിക്കാരിയോട് 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നതിന്റെ അടക്കമുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. 10 ലക്ഷം രൂപ തനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കയ്യിൽ തന്നാൽ മതി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷിയാസ് പറയുന്നുണ്ട് ആ ശബ്ദ സന്ദേശത്തിലേക്ക്. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ഇഷ്യൂസ് എനിക്ക് വരും. അപ്പോൾ എനിക്കത് പൈസയായിട്ട് വാങ്ങിച്ചു കയ്യിൽ വെച്ചാൽ മതി, അതാണ് നല്ലത്. അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ 2 വർഷമായിട്ട് ഇൻകം ടാക്സ് അടച്ചിട്ടില്ല, അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. അത് കുറച്ച് കടമൊക്കെ വന്നുകൊണ്ടാ. അനുമോൾക്കൊരു 1,40,000 കൊടുക്കാനുണ്ട്. ഓക്കെ, എന്തായാലും അയക്കേ 10 ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് ഇവിടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 2ആയിട്ട് വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസി ആയിരിക്കും. ഇൻഷാ അല്ലാ അത് ജിം എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിൻ്റെ 20 ലക്ഷം രൂപയിൽ അത് തീർക്കണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാ അല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തു തന്നെ ഉള്ളൂ. അത് ഓക്കെ ആവും എന്ന് മനസ്സ് പറയണം. ബാക്കി ഇത്തിരി ടൈറ്റ് വരുമായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അതെന്തായാലും അത് അവിടെ നിന്ന് സാധനമൊക്കെ വാരിക്കൂട്ടി ഒന്ന് ഫിറ്റും ഇത്തിരി സ്പ്രേ പെയിനൊക്കെ ചെയ്യണം, കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. എനിക്ക് 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെന്റ്സിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാന്നാ. ഓക്കെ ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും ATM നിന്ന്? 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്, അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ എൻ്റെ നല്ലതിനും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, തണലായിട്ടും. അത് അതിനിടയിൽ എന്ത് നടന്നാലും നമുക്ക് ബോണസ് അത്രയുണ്ട്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.